Hi everyone, welcome back to zoology class. So today let us do revision on biomolecules chapter. Okay. Chemical analysis to find organic compounds of living organisms. Living organismസിലുള്ള organic compounds അറിയാൻ വേണ്ടി നടത്തുന്ന chemical analysis എങ്ങനെയാണെന്ന് നോക്കാം. Take a living tissue. It can be vegetable, liver, etc. Grind the tissue in trichloroacetic acid. Strain the slurry. Two portions are obtained as follows: filtrate or acid soluble pool, redundant or acid insoluble pool. ആദ്യം ഒരു ലിവിങ് ടിഷ്യൂ എടുക്കുക, വെജിറ്റബിൾ അല്ലെങ്കിൽ ലിവർ. അതിനുശേഷം അത് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്ത ശേഷം അത് സ്ട്രെയിൻ ചെയ്യണം. സ്ട്രെയിൻ മീൻസ് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പോർഷൻസ് കിട്ടും, ഫിൽട്രേറ്റും റിട്ടൻറ്റേറ്റും. ഫിൽട്രേറ്റിനെ പറയുന്നത് ആസിഡ് സോലബിൾ പൂൾ എന്നാണ്, റിട്ടൻറ്റേറ്റിനെ പറയുന്നത് ആസിഡ് ഇൻസോലബിൾ പൂൾ എന്നാണ്. ഫസ്റ്റ് വൺ, ആസിഡ് സോലബിൾ പൂൾ. ഇറ്റ് കണ്ടെയ്ൻസ് കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് മോളിക്കുലാർ വെയ്റ്റ് ലെസ് ദാൻ 1000 Dalton, hence they are called bio-micromolecules. സോ ആസിഡ് സോലബിൾ പൂളിൽ കാണുന്നത് 1000 Daltonേക്കാളും കുറവ് മോളിക്കുലാർ വെയ്റ്റ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ബയോ-മൈക്രോമോളിക്യൂൾസ് എന്നാണ് പറയുക. That is, the molecules which have molecular weight less than 1000 Dalton are called bio-micromolecules. 1000 Daltonേക്കാളും മോളിക്കുലാർ വെയ്റ്റ് കുറവുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ബയോ-മൈക്രോമോളിക്യൂൾസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മോളിക്യൂൾസ് ഫ്രം സൈറ്റോപ്ലാസം. സോ ആസിഡ് സോലബിൾ പൂളിൽ കാണുന്നത് ഒരു ലിവിങ് ടിഷ്യൂ ഓർ ലിവിങ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മോളിക്യൂൾസ് ഫ്രം സൈറ്റോപ്ലാസം. Example for biomicromolecules are amino acid, nucleoside, nucleotides, etc. Acid insoluble pool. It contains compounds that have molecular weight more than 1000 Dalton. Hence they are called biomacromolecules. So acid insoluble pool കാണുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സൈസ് 1000 Daltonേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മോളിക്യൂൾസിന് ബയോമാക്രോമോളിക്യൂൾസ് എന്ന് പറയും. സോ ബയോമാക്രോമോളിക്യൂൾസ് മീൻസ് the organic compounds which have molecular weight more than 1000 Dalton. It includes the molecules from cytoplasm and organelles. സൈറ്റോപ്ലാസത്തിൽ നിന്നും അതേപോലെ സെൽ ഓർഗനൽസിൽ നിന്നുള്ള മോളിക്യൂൾസ് ആണ് ആസിഡ് ഇൻസോലബിൾ പൂളിൽ കാണാം. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് ഇതൊക്കെ ബയോമാക്രോ മോളിക്യൂൾസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ സേ ബയോമോളിക്യൂൾസ് ആർ ഓഫ് ടു ടൈപ്സ്, ബയോമൈക്രോമോളിക്യൂൾസ് ആൻഡ് ബയോമാക്രോമോളിക്യൂൾസ്. 1000 Daltonേക്കാളും മോളിക്കുലാർ വെയ്റ്റ് കുറവുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബയോമൈക്രോമോളിക്യൂൾ. 1000 Daltonേക്കാളും മോളിക്കുലാർ വെയ്റ്റ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് ബയോമാക്രോമോളിക്യൂൾ. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ബയോമാക്രോമോളിക്യൂൾ. വൈ? നമ്മളിപ്പോൾ പറഞ്ഞു ലിപ്പിഡ്സ് ഒരു ബയോമാക്രോമോളിക്യൂൾ ആണ്. ബട്ട് ക്വസ്റ്റ്യൻ ഹിയർ, ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ബയോമാക്രോമോളിക്യൂൾ. വൈ? ലിപ്പിഡ്സ് സ്ട്രിക്റ്റായി ബയോമാക്രോമോളിക്യൂൾ എന്ന് പറയാൻ പറ്റില്ല. Lipids have molecular weight less than 1000 Dalton. When we grind a tissue, cell membrane and other membranes are broken into pieces and form vesicles which are not water soluble. So these vesicles get separated along with the acid insoluble pool. ലിപ്പിഡിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് 1000 Daltonേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബയോമൈക്രോമോളിക്യൂളാണ് ആവേണ്ടത് അല്ലേ? പക്ഷേ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത്, ടിഷ്യൂ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് സെൽ മെംബ്രെയിനും മറ്റുള്ള മെംബ്രെയിനും ബ്രേക്ക് ചെയ്ത് അത് വെസിക്കിൾസ് ഫോം ചെയ്യും. ഈ വെസിക്കിൾസ് വാട്ടർ സോലബിൾ അല്ല, വാട്ടർ ഇൻസോലബിൾ ആണ്. സോ ഈ വെസിക്കിൾസ് ആസിഡ് ഇൻസോലബിൾ പൂളിൻ്റെ കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടും. സോ ആസിഡ് ഇൻസോലബിൾ പൂൾ എന്ന് പറയുന്നത് ബയോ മാക്രോ മോളിക്യൂളാണ്. അതുകൊണ്ട് ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ബയോ മാക്രോമോളിക്യൂൾസ്. ആസിഡ് ഇൻസോലബിൾ പൂളിലാണ് കാണുന്നതെങ്കിലും ലിപ്പിഡ്സിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1000 Dalton ആണ്. And next is chemical analysis to find inorganic compounds of living organisms. Living organismസിലുള്ള inorganic compounds കണ്ടെത്താനുള്ള chemical analysis. Take a living tissue, leave for liver, dry it. അതിനുശേഷം അത് ഡ്രൈ ചെയ്യണം. Burn the dry tissue. ഉണങ്ങിയ ടിഷ്യൂ ബേൺ ചെയ്യണം. During burning, carbon compounds are oxidized to carbon dioxide and water. ബേൺ ചെയ്യുന്ന സമയത്ത് അതിലുള്ള കാർബൺ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ചെയ്യും. The remaining substance is ash. ബാക്കിയാവുന്ന സബ്സ്റ്റൻസ് ആണ് ആഷ്. ഓക്കെ, ആഷ് കണ്ടെയ്ൻ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കാൽഷ്യം, മെഗ്നീഷ്യം, വാട്ടർ, പൊട്ടാസ്യം ഇതൊക്കെ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആണ്.
Now let us discuss about some important biomolecules. First one, amino acid. They are the building blocks of proteins. They contain an amino group and an acidic group on the same carbon, alpha carbon. Hence they are called alpha amino acids. So amino acids എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ building blocks ആണ്. So that means proteins are made up of amino acids. Amino acids join together and form a protein. അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറിൽ ആൽഫ കാർബൺ ആറ്റത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയി ആസിഡിക് ഗ്രൂപ്പും കാണാം അമിനോ ഗ്രൂപ്പും കാണാം. ദാറ്റ് ഈസ് ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്ത് 4 സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അമിനോ ഗ്രൂപ്പ്, ആസിഡിക് ഗ്രൂപ്പ്, എച്ച് ഗ്രൂപ്പ് ആൻഡ് 1 ആർ ഗ്രൂപ്പ്. ഓക്കെ, ഈ ആർ ഗ്രൂപ്പിൻ്റെ നേച്ചർ അനുസരിച്ച് ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആർ ഗ്രൂപ്പിൻ്റെ പ്ലേസിൽ എച്ച് ആണെങ്കിൽ അത് ഗ്ലൈസിൻ ആണ്. CH3 ആണെങ്കിൽ അലാനിൻ അമിനോ ആസിഡ് ആണ്. CH2OH ആണെങ്കിൽ സെറീൻ ആണ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ നമ്പർ ബേസ് ചെയ്ത് വി ക്യാൻ ക്ലാസിഫൈ അമിനോ ആസിഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ദേ ആർ അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. അസിഡിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ബേസിക് എക്സാമ്പിൾ ലൈസിൻ ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ് എക്സാമ്പിളാണ് വാലിൻ. And based on need, we can classify amino acids into essential and non-essential. Essential എന്ന് പറഞ്ഞാൽ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നീഡ് ടു ബി സപ്ലൈഡ് ത്രൂ ഡയറ്റ്, അതുകൊണ്ട് നമ്മൾ ഡയറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള അമിനോ ആസിഡ്സ് യൂസ് ചെയ്യണം. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ബി സപ്ലൈഡ് ത്രൂ ഡയറ്റ്. Next one, Zwitter ion. A particular property of amino acid is the ionizable nature of NH2 and COOH group. Hence, in solutions of different pH, the structure of amino acid changes. At a particular pH of solution, amino acid occur as dipolar ions with positive and negative charge in the same molecule. They are called Zwitter ions. Different pH ഉള്ള സൊല്യൂഷനിൽ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ അമിനോ ആസിഡ് ഡൈപോളാർ അയോൺസ് ആയി കാണും. ഡൈപോളാർ അയോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജും കാണും, നെഗറ്റീവ് ചാർജും കാണും. അങ്ങനെയുള്ള അയോൺസിനെയാണ് സ്വിറ്റർ അയോൺസ് എന്ന് പറയുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ യു ക്യാൻ സീ ഹിയർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് ഈസ് കോൾഡ് സ്വിറ്റർ അയോണിക് ഫോം. ഓക്കെ, നെക്സ്റ്റ് ബയോമോളിക്യൂൾ ഈസ് ലിപ്പിഡ്. ദേ ആർ സിമ്പിൾ ഫാറ്റി ആസിഡ്സ്. സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആണ് ലിപ്പിഡ്സ്. ഫാറ്റി ആസിഡ്സ് ആർ ഫൗണ്ട് എസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒന്നിച്ച് എസ്റ്ററിഫൈഡ് ചെയ്ത് കാണാം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ ഗ്ലിസറൈഡ്സ് എന്ന് പറയും. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് ഗ്ലിസറൈഡ്സ്: മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ് ആൻഡ് ട്രൈഗ്ലിസറൈഡ്. സോ ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആണ്. മോണോഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ 1 ഫാറ്റി ആസിഡ് പ്ലസ് 1 ഗ്ലിസറോൾ. ഡൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ 2 ഫാറ്റി ആസിഡ് പ്ലസ് 1 ഗ്ലിസറോൾ. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാലോ 3 fatty acid plus 1 glycerol. Phospholipids are found in cell membrane. Example, lecithin. So phospholipidsum ലിപ്പിഡ് കാറ്റഗറിയിൽ പെട്ടതാണ്. എവിടെയാണ് കാണുക? സെൽ മെംബ്രെയിനിലാണ് കാണുക. സോ ഫോസ്ഫോലിപ്പിഡിന് ഒരു എക്സാമ്പിളാണ് ലെസിത്തിൻ. ഫാറ്റി ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്തൗട്ട് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഇല്ലാത്തതാണ് സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്ത് വൺ ഓർ മോർ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഓരോ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് തന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അറിയണം. ഓരോ ബയോമോളിക്കൽസിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ, നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types which are the purines and pyrimidines. പ്യൂരിൻസിന് എക്സാമ്പിൾ അഡിനിൻ ആൻഡ് ഗ്വാനിൻ. പൈരിമിഡിൻസിന് എക്സാമ്പിൾ തയമിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, സോ നൈട്രജൻ ബേസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, purines and pyrimidines. So purines include adenine and guanine. Pyrimidines include thiamine, uracil and cytosine. Then nucleoside and nucleotide. Nucleoside means what? Nitrogen base plus sugar. Nitrogen baseum sugarum join ചെയ്താൽ nucleoside ആണ്. Nucleotide means nitrogen base plus sugar plus phosphate. Nitrogen baseൻ്റെ കൂടെ ഷുഗറും ഫോസ്ഫേറ്റും അറ്റാച്ച് ചെയ്താൽ അത് ന്യൂക്ലിയോടൈഡ് ആണ്. സോ ന്യൂക്ലിയോടൈഡ് മീൻസ് വാട്ട്? ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാലോ നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ. സോ അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്.
സോ 5 ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസസ് ആർ ദർ അല്ലേ, 5 ടൈപ്പ് നൈട്രോജൻ ബേസസിൻ്റെ പേര് പറഞ്ഞത് നമ്മൾ. അതിൻ്റെ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ അഡിനിൻ. അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് ഫോം, അതായത് അഡിനിൻ്റെ കൂടെ ഷുഗർ വന്നാൽ ആ കോമ്പൗണ്ടിനെ പറയുന്നത് അഡിനോസിൻ എന്നാണ്. സോ അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് അഡിനിൻ്റെ കൂടെ ഷുഗർ വന്നാലുള്ള ഫോം, ദാറ്റ് ഈസ് ന്യൂക്ലിയോസൈഡ്. ഇനി അഡിനിൻ്റെ ന്യൂക്ലിയോടൈഡ് ഫോം ഏതാണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അഡിനിൻ്റെ കൂടെ ഷുഗറും വന്നു ഫോസ്ഫേറ്റും വന്നു. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ടിന് എന്ത് പറയും? അഡിനൈലിക് ആസിഡ് എന്ന് പറയും. ഇങ്ങനെയാണ് ഓരോന്നും ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോജൻ ബേസിൻ്റെ കൂടെ ഷുഗർ ഗ്രൂപ്പ് മാത്രം വന്നാൽ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോജൻ ബേസിൻ്റെ കൂടെ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വന്നാൽ. സോ അങ്ങനെയുള്ള കോമ്പൗണ്ടിൻ്റെ പേരാണ് ഈ ഒരു ടാബിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ തൈമിൻ. തൈമിൻ്റെ ന്യൂക്ലിയോസൈഡ് തൈമിഡിൻ, ന്യൂക്ലിയോടൈഡ് തൈമിഡൈലിക് ആസിഡ്, ഗ്വാനിൻ, ഗ്വാനോസിൻ, ഗ്വാനൈലിക് ആസിഡ്, സൈറ്റോസിൻ, സൈറ്റിഡിൻ, സൈറ്റിഡൈലിക് ആസിഡ്, യുരാസിൽ, യുരിഡിൻ, യുരിഡൈലിക് ആസിഡ്. സോ നൈട്രോജൻ ബേസസും അതിൻ്റെ ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സും. നോട്ട് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ബയോമോളിക്യൂൾ ഈസ് പ്രോട്ടീൻ. ദേ ആർ ഹെറ്ററോപോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്താണ് പ്രോട്ടീൻ ഫോം ചെയ്യുക. 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇവ ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ ബൈൻഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ഫോം ചെയ്യും. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. സോ ഓരോ അമിനോ ആസിഡിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് ഏത് ബോണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ദാറ്റ് ഈസ് പ്രോട്ടീനിൽ കാണുന്ന ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. നോട്ട് ദാറ്റ്, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ കൂടുതലായി കാണുന്ന പ്രോട്ടീൻ ഏതാണ്? കൊളാജൻ ആണ്. മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ അബൻഡൻ്റായി കാണുന്ന പ്രോട്ടീൻ ഏതാണ്? റുബിസ്കോ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ് ഈസ് കൊളാജൻ. അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ ഈസ് റുബിസ്കോ. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി. ഫസ്റ്റ് വൺ പ്രൈമറി. ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിൽ എങ്ങനെയാണ് അമിനോ ആസിഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് പ്രൈമറി സ്ട്രക്ചർ. ഗിവ് പൊസിഷണൽ ഇൻഫർമേഷൻ ഓഫ് അമിനോ ആസിഡ്. ഫസ്റ്റ് അമിനോ ആസിഡ് എൻ ടെർമിനൽ അമിനോ ആസിഡ്, ലാസ്റ്റ് അമിനോ ആസിഡ് സി ടെർമിനൽ അമിനോ ആസിഡ്. ആദ്യത്തെ അമിനോ ആസിഡ് എൻ ടെർമിനൽ അമിനോ ആസിഡ് എന്നാണ് പറയുക. ഈ ഒരു ചെയിനിലെ ലാസ്റ്റത്തെ അമിനോ ആസിഡിനെ പറയുന്നത് സി ടെർമിനൽ അമിനോ ആസിഡ് എന്നാണ്. സോ ദിസ് അബൌട്ട് പ്രൈമറി സ്ട്രക്ചർ. സിമ്പിൾ സ്ട്രക്ചറാണ് പ്രൈമറി സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ സെക്കൻഡറി സ്ട്രക്ചർ. ദ ഹെലിക്കലി കോയിൽഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. കോയിൽഡ് സ്ട്രക്ചറാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ഈസ് സീൻ. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ് കാണാം. ആൻഡ് യു ക്യാൻ സീ ഇൻ ഫിഗർ. ഓക്കെ, ടെർഷറി സ്ട്രക്ചർ. ഫോൾഡഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഫോൾഡഡ് സ്ട്രക്ചറാണ് ടെർഷറി സ്ട്രക്ചർ. 3D സ്ട്രക്ചറാണ് ടെർഷറി സ്ട്രക്ചർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്വാട്ടർണറി സ്ട്രക്ചർ. അസംബ്ലി ഓഫ് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻ. മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻ ജോയിൻ ചെയ്താണ് ക്വാട്ടർണറി സ്ട്രക്ചർ ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ ഒരു ക്വാട്ടർണറി സ്ട്രക്ചറാണ്. ഈ ഒരു ടാബിൽ കൂടി നോട്ട് ചെയ്യണം പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നെക്സ്റ്റ് ബയോമോളിക്യൂൾ ഈസ് പോളിസാക്കറൈഡ്. ലോങ് ചെയിൻ ഓഫ് ഷുഗർ. മോണോസാക്കറൈഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്. മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ചെയിനാണ്. അതായത് ഷുഗർ മോളിക്യൂൾസിനെ കൊണ്ടാണ് പോളിസാക്കറൈഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഷുഗർ ഓർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ഓക്കെ, സോ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആണ് പോളിസാക്കറൈഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ദാറ്റ് ഈസ് അമിനോ ആസിഡ്സിനെ കൊണ്ടാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അതുപോലെ മോണോസാക്കറൈഡ് യൂണിറ്റ്സിനെ കൊണ്ടാണ് പോളിസാക്കറൈഡ് ഫോം ചെയ്യുന്നത്. സോ ഈ പോളിസാക്കറൈഡിൽ ഓരോ മോണോസാക്കറൈഡിനെയും കണക്ട് ചെയ്യുന്നത് ഏത് ബോണ്ടാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. നോട്ട് ദിസ്. പോളിസാക്കറൈഡിൽ കാണുന്ന ബോണ്ട് ഏതാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പ്രോട്ടീനിൽ കാണുന്ന ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഹോമോപോളിമേഴ്സ് ആൻഡ് ഹെറ്ററോപോളിമേഴ്സ് ഉണ്ട്. ഹോമോപോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഷുഗറിനെ കൊണ്ട് ഫോം ചെയ്ത പോളിസാക്കറൈഡാണ് ഹോമോപോളിമേഴ്സ്. ഹെറ്ററോപോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷുഗറിനെ കൊണ്ട് ഫോം ചെയ്ത പോളിസാക്കറൈഡാണ് ഹെറ്ററോപോളിമർ. അണ്ടർസ്റ്റുഡ്? ഹോമോപോളിമേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഷുഗർ. Heteropolymers are made up of different types of sugar. Example for a homopolymer, cellulose. Cellulose എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൊണ്ടാണ് സെല്ലുലോസ് ഫോം ചെയ്തിട്ടുള്ളത്. സ്റ്റാർച്ച്, ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സോ സ്റ്റാർച്ച് എന്ന് പറയുന്നത് സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ കേസിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിലാണ്.
ഗ്ലൈക്കോജൻ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മോളിക്കിൾസിനെ കൊണ്ടാണ് ഗ്ലൈക്കോജൻ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് സീൻ ഇൻ അനിമൽസ്. ഇനുലിൻ ഇസ് ദ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് മോളിക്കിൾസിനെ കൊണ്ടാണ് ഇനുലിൻ എന്ന് പറയുന്ന പോളിസാക്കറൈഡ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഹെട്രോപോളിമർ എക്സാമ്പിൾ കൈറ്റിൻ, സീൻ ഇൻ എക്സോസ്കെലട്ടൺ ഓഫ് ആർത്രോപോഡ്. ആർത്രോപോഡ് എന്ന് പറയുമ്പം എക്സാമ്പിൾ ക്രാബിൻ്റെ ഒക്കെ പുറമെ കാണുന്ന എക്സോസ്കെലട്ടൺ ഫോം ചെയ്തിട്ടുള്ളത് ഏത് പോളിസാക്കറൈഡ് കൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. ഫങ്ഷൻസ് ഓഫ് പോളിസാക്കറൈഡ്. പ്ലാന്റ് സെൽ വാൾസ് ആർ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടാണ് പ്ലാന്റിൻ്റെ സെൽ വാളൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ്. പേപ്പർ മെയ്ഡ് ഫ്രം പ്ലാന്റ് പൾപ്പ് ഈസ് സെല്ലുലോസ്. സോ പ്ലാന്റ് പൾപ്പ് എന്നാണ് പേപ്പർ ഫോം ചെയ്യുക. സോ പ്ലാന്റ് പൾപ്പ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. കോട്ടൺ ഫൈബർ ഈസ് ഓൾസോ എ സെല്ലുലോസ്. സോ ദേ ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നെക്സ്റ്റ് ബയോമോളിക്യൂൾ ഈസ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് മീൻസ് ദേ ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്താണ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുക. സോ ന്യൂക്ലിയോടൈഡ്സ് എന്താണെന്ന് അറിയാലോ? നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. സോ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് പോളിന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ്. ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. സോ ഓരോ ന്യൂക്ലിയോടൈഡ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. സോ നമ്മളിപ്പോൾ 3 ബോണ്ട് പറഞ്ഞു. പ്രോട്ടീനിൽ കാണുന്നത് പെപ്റ്റൈഡ് ബോണ്ട്, പോളിസാക്കറൈഡിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സിൽ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. സോ DNA ആൻഡ് RNA ആർ ന്യൂക്ലിക് ആസിഡ്സ്. DNAയും RNAയും ന്യൂക്ലിക് ആസിഡ്സ് ആണ്. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA. സോ DNAൻ്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് വാട്സൺ ആൻഡ് ക്രിക്ക്. ആൻഡ് ഹെൻസ് ദ മോഡൽ ഈസ് കോൾഡ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA. ഡബിൾ ഹെലിക്സ് ആണ്, 2 സ്ട്രാൻഡ്സ് കാണാം. ഓക്കെ, 2 ആൻറ്റി പാരലൽ സ്ട്രാൻഡ്സ് ആണ്, 2 ഓപ്പോസിറ്റ് സ്ട്രാൻഡ്സ് ആണ്. ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ തയമീൻ ആയിരിക്കും. ഫസ്റ്റ് സ്ട്രാൻഡിൽ ഗ്വാനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ സൈറ്റോസിൻ ആയിരിക്കും. ദാറ്റ് മീൻസ് അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തയമീൻ, ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. അഡിനിൻ പെയർ വിത്ത് തയമീൻ ബൈ 2 ഹൈഡ്രജൻ ബോൺസ്. സോ അഡിനിൻ്റെയും തയമീൻ്റെയും മിഡിലായി 2 ഹൈഡ്രജൻ ബോൺസ് കാണും. ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ ബൈ 3 ഹൈഡ്രജൻ ബോൺസ്. ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും കണക്ട് ചെയ്ത് 3 ഹൈഡ്രജൻ ബോൺസും കാണും. ഇതിൽ കാണുന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. നൈട്രജൻ ബേസസിനെ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. നെക്സ്റ്റ്, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. Primary means the biomolecule which is directly involved in physiological activity. Example, amino acid, lipids, etc. നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിൽ ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്യുന്ന ബയോമോളിക്കിൾസ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. എക്സാമ്പിൾ അമിനോ ആസിഡ്, ലിപ്പിഡ്, ഇതൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്, ദ ബയോമോളിക്കിൾ വിച്ച് ഇസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതിലൊന്നും ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്യാത്ത മെറ്റബോളൈറ്റ്സ് ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. Example, alkaloids, terpenoids, etc. And note this box also. Okay, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എൻസൈംസ്. ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് എൻസൈം. ആൻഡ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. റൈബോസൈം, RNA ആക്ടിങ് ആസ് ആൻ എൻസൈം. റൈബോസൈം എന്ന് പറഞ്ഞാൽ RNA ഒരു എൻസൈമായി ആക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് റൈബോസൈം എന്ന് പറയാം. ഓക്കെ, സോ കമ്പോണൻസ് ഓഫ് എൻസൈം. എൻസൈംസിന് 2 പാർട്ടുണ്ട്, പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ട്. സോ വാട്ട് ഈസ് പ്രോട്ടീൻ പാർട്ട്? എപ്പോ എൻസൈം. സോ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ഈസ് എപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ഈസ് കോഫാക്ടർ. ആൻഡ് ദർ ആർ 3 ടൈപ്സ് ഓഫ് കോഫാക്ടർ: പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം, മെറ്റൽ അയോൺ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടൈറ്റ്ലി ബൗണ്ട് ഓർഗാനിക് മോളിക്കിളാണ്. എക്സാമ്പിൾ, ഹീമിൻ പെറോക്സിഡേസ്. പെറോക്സിഡേസ് എൻസൈമിലുള്ള ഹീം ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. കോ എൻസൈം ലൂസ്ലി ബൗണ്ട് ഓർഗാനിക് മോളിക്കിളാണ്. കോ എൻസൈം ലൂസ്ലി ബൗണ്ട് ആണ്. എക്സാമ്പിൾ, നിയാസിൻ ഇൻ NAD ഓർ NADP. ആൻഡ് നെക്സ്റ്റ് വൺ, മെറ്റൽ അയോൺ ഇനോർഗാനിക് അയോൺ ആണ്. എക്സാമ്പിൾ, സിങ്ക് ഇൻ കാർബോക്സി പെറോക്സിഡേസ്. കാർബോക്സി പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിലുള്ള സിങ്ക് ഒരു മെറ്റൽ അയോൺ ആണ്. So enzyme has protein part and non-protein part. Protein part is called apoenzyme. Non-protein part is called cofactor. And there are 3 types of cofactor: prosthetic group, coenzyme and metal ion.
Prosthetic group means tightly bound, coenzyme loosely bound, metal ion, inorganic ions ആണ്. Examples are also very important. സോ എൻസൈംസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു, ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എൻസൈംസ് യൂസ് ചെയ്യുക. ദെൻ ഹൗ ദിസ് എൻസൈം ആക്ട്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. ഓരോ എൻസൈമിനും ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. സോ ഈ സബ്സ്ട്രേറ്റ് പോയി എവിടെ ബൈൻഡ് ചെയ്യും? എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണോ പ്രോഡക്റ്റാക്കി മാറ്റേണ്ടത് അതാണ് സബ്സ്ട്രേറ്റ്. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറുന്നത് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ഫോമഡ്. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഈസ് ഫോമഡ്. അതായത് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറും. സോ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഈസ് ഫോമഡ്. ആഫ്റ്റർ ദാറ്റ് എൻസൈം റിലീസസ് ദ പ്രോഡക്റ്റ്. എൻസൈം പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യും. പ്രോഡക്റ്റ് നമ്മുടെ ബോഡി യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എൻസൈം ആക്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. What about enzyme action? So what are the steps? Substrate will bind to active site of enzyme. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. സോ സബ്സ്ട്രേറ്റ് എൻസൈം കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനുശേഷം എൻസൈമിൻ്റെ സഹായത്തോടു കൂടി സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറും. സോ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. പ്രോഡക്റ്റ് എൻസൈമിൽ നിന്നും റിലീസ് ചെയ്യും. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. Which are the factors that affect enzyme activity? First one, temperature or pH. On increasing temperature or pH, the enzyme activity increases. The temperature or pH at which the activity of enzyme is maximum is called optimum temperature or pH. An increase in temperature or pH beyond the maximal level decreases its activity. So temperature pH increase ചെയ്താൽ ആദ്യം എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എവിടെയാണോ ഹയസ്റ്റ്, ഏത് ടെമ്പറേച്ചർ ഓർ ഏത് പി എച്ചിലാണോ ഹയസ്റ്റ്, ആ ഒരു ടെമ്പറേച്ചർ ഓർ ആ പി എച്ചിനെ പറയുന്നത് ഓപ്റ്റിമം ടെമ്പറേച്ചർ ഓർ ഓപ്റ്റിമം പി എച്ച് ആണ്. അതായത് അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ഓർ പി എച്ച്. അതിനുശേഷം ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് ഇൻക്രീസ് ചെയ്താൽ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യില്ല. ഓപ്റ്റിമം വാല്യൂക്ക് ശേഷം എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, സോ ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്, വാട്ട് അബൌട്ട് ഇറ്റ്? That is, if we increase temperature and pH, enzyme activity increases at first up to a certain value called optimum temperature or pH. But an increase in temperature or pH beyond the maximum value, beyond the optimum value, decreases the activity of enzyme. Next factor is concentration of the substrate. Enzyme activity increases when increasing the substrate concentration at first. സോ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ആദ്യം എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റണം. സോ നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ട് നിന്നാൽ ആദ്യം എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എൻസൈമിൻ റെഡ്യൂസ് ചെയ്യും അല്ലേ? സബ്സ്ട്രേറ്റ് കൂടുതലായിരിക്കും, എൻസൈം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എൻസൈം ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. ദ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ റീച്ചസ് മാക്സിമം അറ്റ് എ പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന് വരുമ്പം enzyme activity highest ആയിരിക്കും, and that is called Vmax. Okay, maximum velocity or Vmax. And next one, competitive inhibition. Next factor ആണ് competitive inhibition. If the inhibitor molecule closely resemble the substrate, it bind to active site of the enzyme and inhibit enzyme activity. So എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യേണ്ടത് സബ്സ്ട്രേറ്റ് ആണ്. പക്ഷേ സബ്സ്ട്രേറ്റിനെ പോലെ തന്നെയുള്ള ഒരു ഇൻഹിബിറ്റർ മോളിക്യൂൾ വന്നാൽ ഈ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്റർ മോളിക്യൂൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. സോ ഇൻഹിബിറ്റർ മോളിക്യൂളാണ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ദെൻ വാട്ട് ഹാപ്പൻസ്? എൻസൈം ആക്ടിവിറ്റി അവിടെ ഇൻഹിബിറ്റ് ചെയ്യപ്പെട്ടു, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. സോ എൻസൈം ആക്ടിവിറ്റി റെഡ്യൂസസ്. എക്സാമ്പിൾ, ഇൻഹിബിഷൻ ഓഫ് സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് ബൈ മാലോനേറ്റ്. സോ സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് എൻസൈമാണ്. അതിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്ന മാലോനേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററാണ്. Note this graph also, it is important. Next is classification and nomenclature of enzymes. There are 6 group of enzymes. 6 group of enzymes ഉണ്ട്. First one, oxidoreductases or dehydrogenases. What is its function? Catalyze oxidation reduction reaction. Oxidation reduction reactionsന് സഹായിക്കുന്ന എൻസൈമാണ് oxidoreductases or dehydrogenases. Next one, transferases. Catalyze the transfer of a group.
ഒരു ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫറിന് സഹായിക്കുന്ന എൻസൈംസ് ആണ് ട്രാൻസ്ഫറേസസ്. ഹൈഡ്രോലേസസ് കാറ്റലൈസ് ദ ഹൈഡ്രോലിസിസ് ഓഫ് എസ്റ്റർ, ഈതർ, കാർബൺ കാർബൺ ബോണ്ട്, കാർബൺ ഹാലൈഡ് ഓർ PN ബോണ്ട്. ഹൈഡ്രോലിസിസിന് സഹായിക്കുന്ന എൻസൈം, ഹൈഡ്രോലിസിസ് മീൻസ് ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്, അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഹൈഡ്രോലേസസ്. ലയേസസ് കാറ്റലൈസസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും ഒരു ഗ്രൂപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് ലയേസസ്. ഐസോമറേസസ് കാറ്റലൈസ് ദ ഇൻ്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ഐസോമേഴ്സിൻ്റെ ഇൻ്റർ കൺവേർഷനെ സഹായിക്കുന്ന എൻസൈമാണ് ഐസോമറേസസ്. ലിഗേസസ് കാറ്റലൈസ് ദ ലിങ്കിങ് ഓഫ് ടു കോമ്പൗണ്ട്സ്. രണ്ട് കോമ്പൗണ്ട്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി, ലിങ്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലിഗേസസ്. സോ ദീസ് ആർ ദ 6 group of enzymes. Note these reactions also, okay? So chapter revision is over. Thank you for listening.